പപ്പായ ചവ്വരി പായസം ഉണ്ടാക്കാൻ ചവ്വരി നമ്മൾ ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണത് അത് ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലോട്ട് വെള്ളം ഒഴിച്ച് അതിനെ വേവിച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പപ്പായ ചെറുതായി മുറിക്കണം. അതിനെ വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അത് കുറച്ച് ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കണം, കൂടുതൽ വെന്ത് പോകാൻ പാടില്ല. അത് ഇനിയും തിളച്ച ശേഷം അതിൻ്റെ ആവശ്യത്തിന് അത് ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കണം. അത് വെന്ത ശേഷം നമ്മൾ അതിനെ എടുത്ത് തണുത്ത വെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം അത് കഴുകിയെടുത്താൽ അപ്പോൾ ഇനി അത് വേവാണ്ട് അതിൻ്റെ ആ ക്രഞ്ചിനെസ് മെയിൻറ്റെയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. അപ്പോൾ കുറച്ച് പഞ്ചസാര എടുത്ത് അതിനെ കാരമലൈസ് ചെയ്യുക. അത് ബ്രൗൺ കളറായി അതൊരു പ്രോപ്പർ സിറപ്പാകുമ്പോൾ നമുക്ക് അതിലോട്ട് പാലൊഴിക്കുക. പാലൊഴിച്ച ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. അത് രണ്ടും കൂടെ, ഈ ഷുഗറും പാലും കൂടെ നല്ലോണം അത് പ്രോപ്പറായിട്ട് മിക്സായി വരുമ്പോൾ നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച ചവ്വരി അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പ്രോപ്പറായിട്ടൊന്ന് മിക്സായി വരണം. അത് നല്ലപോലെ ഈ പാലും പഞ്ചസാരയും ചവ്വരിയും കൂടെ നന്നായി മിക്സായി വന്നാൽ അതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു ചീൻചട്ടിയിൽ നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഇട്ട് അതിനെ ഒന്ന് ചൂടാക്കി എടുക്കാം. പിന്നെ നമുക്ക് പപ്പായ ഇട്ട് അതിലോട്ട് ഒരിച്ചിരി പഞ്ചസാരയും ഇട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നമുക്ക് പാലൊഴിച്ച് ചവ്വരിയും പാലും നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതിനെ ഇട്ട് അതൊന്ന് നന്നായി മിക്സായി വരുമ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് പഞ്ചസാരയല്ലേ എടുത്ത്, അപ്പോൾ ഇതിന് മിൽക്ക് മെയ്ഡും ഇട്ട് നല്ലപോലെ മിക്സാക്കി അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ ചവ്വരി പായസം റെഡിയാവും. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് കാർഡമം പൗഡർ, ഏലക്കാപ്പൊടിയും പിന്നെ നമ്മൾ വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം ഇട്ട് നമുക്കിതിനെ ഒന്ന് കമ്പൈൻ ചെയ്താൽ നമ്മുടെ പപ്പായ ചവ്വരി പായസം റെഡിയാവും.